ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻകം നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മൾ വരുമാനമായിട്ട് നേടുന്ന നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന വരുമാനം, അതിൻ്റെ പേരിൽ കൊടുക്കുന്ന ടാക്സ്, അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻകം ടാക്സ് എന്ന ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബേസിക് കൺസെപ്റ്റിലേക്ക് മറ്റു ചർച്ചകളൊന്നും കൂടാതെ ബേസിക് കൺസെപ്റ്റിലേക്ക് കിടക്കുക. അതിനു മുൻപായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക. കാരണം അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപഭോക്താക്കൾ മാക്സിമം കൂട്ടുക, ബെനിഫിഷ്യറീസ്. അതുപോലെ നിങ്ങൾ ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ക്ലാസ്സിൻ്റെ ക്രിറ്റിസിസം, അതുപോലെ എന്താണോ ക്ലാസ്സിന് കൂടുതലായിട്ട് വേണ്ട ഫീഡ്ബാക്കോ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ മാക്സിമം തരിക. അതിനനുസരിച്ചാണ് കാര്യം. ആരും എൻ്റെ മുൻപിലില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എനിക്കൊന്നും അവതരിപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കുകൾ, നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ്, ഇൻകം ടാക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസും അതുപോലെ റേറ്റ് ഓഫ് ടാക്സ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഡെഫിനിഷൻസ് നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് അസസി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. അത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അസസി എന്ന് പറയുമ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് കൊടുക്കേണ്ട വ്യക്തിനെയാണ് നമ്മൾ അസസി എന്ന് പറയുക. അപ്പോൾ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അസസിയാണ്, നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അസസിയാണ്. ആരൊക്കെ ടാക്സ് കൊടുക്കുന്നോ അവരൊക്കെ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അസസി എന്ന് പറയാം. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് ഇൻകം ഈസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ടാക്സ് അല്ലെങ്കിൽ എനി അതർ സം ഓഫ് മണി എന്ന് പറയാൻ കാരണം ടാക്സ് മാത്രമാവില്ല, ചിലപ്പോൾ പെനാൽറ്റി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അങ്ങനെ കൊടുക്കുന്ന ഓരോ പേഴ്സൺ നമുക്ക് പ്രത്യേകം റെഡ് മാർക്കിൽ ഇവിടെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രത്യേകം ഡിഫൈൻ ചെയ്യാനുണ്ട്. പേഴ്സൺ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ ഓരോ വ്യക്തി മാത്രമല്ല, മറ്റു പലതും ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് അടുത്ത സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടാക്സ് കൊടുക്കുന്ന വ്യക്തിയെന്ന്. അത് മാത്രമല്ല കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. അതായത് ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ്, എന്തെങ്കിലും നടപടിക്രമങ്ങൾ അയാൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ആളെയും അസസി എന്ന് പറയും. ഒന്നെങ്കിൽ അയാളുടെ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസസ്മെൻറ്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്, എന്തെങ്കിലും ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുമായി ഇയാളെ അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അസസിയാണ്. അതുപോലെ മറ്റൊരാളുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് നമ്മളാണ് ടാക്സ് ചെയ്യുന്ന. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ഏജൻറ്റ് ഉണ്ട്. ഈ ഏജൻറ്റ് ഞാനിവിടെ ഇല്ലാത്ത അവസരത്തിൽ ആ ഏജൻ്റായിരിക്കും ഇൻകം ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിൽ എൻ്റെ ഏജൻ്റാണ് അസസി. യഥാർത്ഥത്തിൽ ഞാനാണ് ഇൻകം ഏൺ ചെയ്യുന്നത്, എന്നിരുന്നാലും എൻ്റെ ഏജൻ്റാണ് ഇവിടെ അസസി എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാളും ഒരു പക്ഷേ എന്ത് ചെയ്യാം, അസസി ആവാം. അങ്ങനത്തെ കേസുകളുണ്ട്. അങ്ങനെ പല കേസുകളും നമുക്ക് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു പലരുടെ ഇൻകം ഉണ്ട്. മക്കളുടെ ഇൻകം, ചിലപ്പോൾ ഭാര്യയുടെ ഇൻകം, ഭർത്താവിൻ്റെ ഇൻകം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യുന്ന പല കേസുകളും ഉണ്ട്. അത്തരം കേസുകൾ ഇൻകം ഏൺ ചെയ്യുന്ന ആളായിരിക്കില്ല ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത്, ഈ ടാക്സ് കൊടുക്കേണ്ടി വരിക. അങ്ങനെ അപ്പോൾ ഇൻകം ഏൺ ചെയ്യാത്ത മറ്റു വ്യക്തികളും ഒരു പക്ഷേ എന്ത് ചെയ്യാം, ആകാം. അതുപോലെ നമ്മൾ ഇൻകം ഏൺ ചെയ്താൽ മാത്രം അല്ല നമ്മൾ അസസ് ചെയ്യാവുന്നത്. നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് നമ്മൾക്ക് വരുന്നതും ആ ലോസ് പല കാര്യങ്ങളുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനും ക്യാരി ഫോർവേഡ് എന്നൊക്കെ പറയുന്ന ചില ചാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അടുത്ത വർഷങ്ങളിൽ ഇൻകത്തിനേറ്റ് കുറച്ചിട്ട് ടാക്സ് കൊടുക്കാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ വർഷം ആ ലോസ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കാണിക്കണം. അങ്ങനത്തെ കേസിലും ലോസ് ഉള്ള ആളെയും എന്ത് ചെയ്യും, അസസി എന്ന് വിളിക്കും. അതുപോലെ റീഫണ്ട് കിട്ടേണ്ടി വരും. നമ്മളൊരു പക്ഷേ ടാക്സ് അധികം അടച്ചിട്ടുണ്ടാകും, അപ്പോൾ റീഫണ്ട് കിട്ടേണ്ട കേസ് വരും. അങ്ങനത്തെ കേസിലും അവരും എന്ത് ചെയ്യാണ്,
അസസി എന്ന് പറയും. അങ്ങനെ ഡീംഡ് അസസി, അങ്ങനെ പല ഡിസ്കഷനുണ്ട്. ഡീംഡ് അസസി, ഡീഫോൾട്ട് അസസി, എങ്ങനെയൊക്കെ ആയാലും അസസി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാക്സ് ആരോ കൊടുക്കുന്നത് അയാളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മറ്റു പലരുടെയും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരാൾക്ക് പകരം വേറൊരാൾ അസസി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസും ഉണ്ട്. മൊത്തത്തിൽ അസസി എന്ന് പറഞ്ഞാൽ ഇത്ര ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പേഴ്സൺ എന്നുള്ളത് നമ്മൾ റെഡ് മാർക്കിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം, ആ മനുഷ്യൻ ഇൻഡിവിജ്വൽ, ആ വ്യക്തി ഇൻഡിവിജ്വൽ എന്ന ഒരു വ്യക്തി എന്താണ് ഈ പേഴ്സണിൽ പെടും. ഈ പേഴ്സണിൽ ഇൻഡിവിജ്വൽ മാത്രമല്ല പെടുക, HUF എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളെല്ലാവരും +2 പഠിച്ചതാണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ആ ഫാമിലിയിലെ ആ വ്യക്തികളും എന്ത് ചെയ്യും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി പാർട്ട്ണർഷിപ്പ് ഫേം പോലെ തന്നെയുള്ളൊരു സ്ഥാപനങ്ങളാണ്. അവരെന്ത് ചെയ്യും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെയും പേഴ്സണിൽ നമ്മൾ ഉൾപ്പെടുത്തും. കമ്പനി, നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനത്തിന് കമ്പനി എന്ന് പറയും. ഈ കമ്പനിയും പേഴ്സണിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ ഫേം, പാർട്ട്ണർഷിപ്പ് ഫേംസ്, LLP, ഇത്തരം സ്ഥാപനങ്ങൾ എന്താണ് ഈ പേഴ്സണിൽ ഉൾപ്പെടുത്തും. അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇതൊക്കെ ബേസിക്കലി ചെറിയ ഡിഫറൻസ് ഉണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളും അതുപോലെ 2-3 വ്യക്തികൾ കൂടിയിട്ട് ചെയ്യുന്നതിനൊക്കെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നൊക്കെ പറയും. അതിന് ഡീറ്റെയിൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വലും അസോസിയേഷൻ ഓഫ് പേഴ്സണും ഒന്നും ഡിസ്കസ് ചെയ്തിട്ട് നേരം കളയേണ്ടതില്ല. അപ്പോൾ അടുത്തത് ലോക്കൽ അതോറിറ്റി, നമ്മൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അങ്ങനത്തതൊക്കെയാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കുക. അതുപോലെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഈ ഒരു കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഇൻകം ഏൺ ചെയ്യുന്നിടം, ഇത്തരം കേസിലുള്ള ആളുകളെ ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. തൽക്കാലം ആ ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു വർഷത്തിൽ ഇൻകം ഏൺ ചെയ്ത്, നമുക്കെല്ലാവർക്കും അറിയാം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പം April 1 മുതൽ March 31 വരെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ April 1 മുതൽ രാവിലെ മുതൽ ഞാൻ March 2018 April 1 മുതൽ ഞാൻ 2019 March 31 വരെ ഇൻകം ഏൺ ചെയ്യും. ഈ ഇൻകം ഏൺ ചെയ്യുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിന് മുന്നിൽ ടാക്സ് അടക്കാൻ എന്താ ചെയ്യുക, ഞാൻ ഈ വർഷം 2018-19 ഇൻകം ഏൺ ചെയ്തത് എത്ര കറക്റ്റ് അറിയില്ല. എപ്പോഴാണ്, രാത്രി 12 മണി 2019 March 31. ഈ 2019 24 ഹവറും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് കൂട്ടിക്കോ. ഇനി ഏത് കേസ് തന്നെ ആയാലും, ഇനി ഈ 9 മണിക്കൂറോ 10 മണിക്കൂറോ വർക്ക് ചെയ്യുന്ന ഏത് സ്ഥാപനമാണെങ്കിലും ആ 2018-19 ടാക്സ് ആ March 31 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2019-20 കഴിയുള്ളൂ. 2019-20 നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ കാൽക്കുലേഷൻ നടത്തുന്ന വർഷം, അസസ്മെൻറ്റ് നടത്തുന്ന വർഷം, ആ വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യും, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയും. അപ്പോൾ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിൻ്റെ നേരെ മുന്നേയുള്ള വർഷം, അതേതാ വർഷം, നമ്മൾ ഇൻകം ഏൺ ചെയ്ത ആ വർഷത്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുക. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷനും അസസ്മെൻറ്റൊക്കെ നടത്തുന്നത് പിറ്റത്തെ വർഷമാണ്. അപ്പം അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ വരും. ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യും. ആ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അസസ്മെൻറ്റ് ഇയറിൽ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നടത്തും. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, നമ്മൾ ഇൻകം ടാക്സ് ഡിസ്കസ് ചെയ്യുന്നത് 2018-19 പ്രീവിയസ് ഇയർ, അതായത് 2018-19 ഇൻകം ഏൺ ചെയ്തതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഏത് വർഷത്തിൽ, 2019-20. എന്തെന്നാലും 12 മന്ത്സ് ആണ്. ഏത്, April 1 മുതൽ March 31 വരെയുള്ള 12 മന്തിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വർഷമാണ്. ഇതൊക്കെ അത്ര ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ പ്രീവിയസ് ഇയറിനെ ആക്ട് വളരെ രസകരമായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അസസ്മെൻറ്റ് ഇയറിൻ്റെ നേരെ മുന്നുള്ള വർഷം, എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന ആ വർഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയൂല.
ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ എന്നും അസസ്മെൻറ്റ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. മിസ്റ്റർ എ റണ്ണിങ് എ ബിസിനസ് ഫ്രം 1993 ഓൺവാർഡ്സ്. മിസ്റ്റർ എ 1993 ഓൺവാർഡ്സ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. ഡിറ്റർമിൻ ദ പ്രീവിയസ് ഇയർ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 1920 അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ ഏതാണെന്നാണ് അത് ചോദിക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പം ഇയാൾ 93 മുതലേ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2019-20 അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് അതിൻ്റെ നേരെ മുന്നത്തെ വർഷം അത് 1/4/2018 മുതൽ 31/3/2019 ഇനി അടുത്ത ഒരു കേസ്, പുതുതായിട്ട് ഒരാളൊരു ബിസിനസ് ഈ വർഷം തുടങ്ങി. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. സെറ്റപ്പ് ഹിസ് പ്രൊഫഷൻ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തത്. ഡിറ്റർമിൻ ദ പ്രീവിയസ് ഇയർ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2019-20 1920 പ്രീവിയസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാൾ ഏപ്രിൽ 1 ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാണോ അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം മുതലാണ് അയാൾ അസസ്മെൻറ്റ് ഇയർ തുടങ്ങുക, അല്ല പ്രീവിയസ് ഇയർ തുടങ്ങുക. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 1/2018 മുതലാണ് 31/3/2019. എങ്ങനെയായാലും മാർച്ച് 31 അവസാനിക്കുക. ഇനി അടുത്ത കേസ്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, അസസ്മെൻറ്റ് ഇയറിൽ കൊടുക്കും, ക്യാഷ് കൊടുക്കുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കും. എന്നാൽ ചില കേസുകളുണ്ട്, ആ കേസിൽ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്താൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണം. നോർമലി നമ്മൾ പറഞ്ഞാൽ എന്താ, പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വർഷത്തിലാണ് അസസ്മെൻറ്റ് ഇയറിലാണ് കൊടുക്കേണ്ടത്. എന്നാൽ ചില കേസ് ഉണ്ട്, ആ കേസിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്താൽ പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. ആ കേസാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജനറൽ റൂൾ നമ്മൾ പറഞ്ഞു, എന്താ, അസസ്മെൻറ്റ് ഇയറിൽ ഏൺ ചെയ്തത് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തത് അസസ്മെൻറ്റ് ഇയറിൽ കൊടുക്കുക. എന്നാൽ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ US-കാരനാണ് അല്ലെങ്കിൽ ബ്രിട്ടൻകാരനാണ്. അയാൾ ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകൾ, അതായത് ഷിപ്പ് ഇങ്ങനെ സർവീസ് എടുത്ത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളാണ് നടത്തുന്നത്. അങ്ങനത്തെ ഒരാൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് അയാൾ ഒരു വല്ല ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്താൽ പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണം. എന്താ കാരണം, നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും. ഷിപ്പായിട്ട് കൊണ്ടുപോകുന്ന ആൾ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ നിന്ന് കുറേ ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി അയാൾ ഇന്ത്യക്ക് വരുന്ന ഒരു ഉറപ്പില്ല, നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യക്കാരനല്ല, ഇന്ത്യയിൽ താമസിക്കുന്ന ആളല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് ഗവൺമെൻറ്റിന് ആ ടാക്സ് കിട്ടണമെങ്കിൽ അയാൾ ഇപ്പം പിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ടാക്സ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രീവിയസിൽ എപ്പോഴാണോ ഇന്ത്യയിൽ എപ്പോഴാണോ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, അയാൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അയാൾ ഇപ്പം തന്നെ ടാക്സ് കൊടുക്കണം. കാരണം പിന്നീട് അയാൾ വരുമോ എന്നൊന്നും നമുക്കെന്തില്ല, ഉറപ്പില്ല. അപ്പോൾ നമുക്കിപ്പോൾ ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ ഉണ്ടാകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് പ്രീവിയസ് ഇയറിൽ വന്നാൽ പിന്നെ അടുത്ത വർഷം കാത്തുക്കൂല, ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻകം ഏൺ ചെയ്യാൻ നോക്കുക. അടുത്തത് പേഴ്സൺ ലീവിങ് ഇന്ത്യ. ഒരാൾ ഇനി ഇന്ത്യയിൽ ഇനി വരാനേ പോകുന്നില്ല, അയാൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്, വിട്ടുപോകണം. ജസ്റ്റ് നമ്മളെ ഗൾഫുകാർ NRI പീപ്പിൾ ജസ്റ്റ് പോയി വരുന്ന പോലെയല്ല, ഇയാളെന്താണ് പെർമനൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു ആളെ ഇനി പിടിക്കാൻ എന്ത് ചെയ്യൂല, നമുക്ക് കഴിയാൻ സാധ്യതയില്ല. അങ്ങനെ പേഴ്സൺ ഇന്ത്യയിൽ നിന്ന് തീർച്ചയായിട്ടും പോവുകയാണ്, പെർമനൻ്റ്ലി ഇന്ത്യയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് പ്രീവിയസ് ഇയറിൽ തന്നെ കൊടുക്കണം. അടുത്ത വർഷത്തിന് കാത്തിക്കാൻ കഴിയില്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് നിന്ന് ടാക്സ് പിടിക്കാൻ കഴിയില്ല. ഇനി ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, ഒരാൾ ബിസിനസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് ബിസിനസ് നിർത്താൻ പറ്റുള്ളൂ. ലിക്വിഡേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളൊരു കേസൊക്കെ ഉണ്ട്. ആ ലിക്വിഡേഷൻ്റെ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ടാക്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് ആ വർഷം തന്നെ കൊടുക്കണം. അടുത്ത വർഷം ഇനി ബിസിനസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ആക്കി വിടുക. അതാണ്. അതുപോലെയാണ് AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI. ഇത് ഇനി നമ്മൾ അങ്ങനെ ഉപയോഗിക്കുള്ളൂ. AOP, BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. AJP എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. നമ്മൾ ഓൾറെഡി പേഴ്സണലി ഡിസ്കസ് ചെയ്ത ടീമാണ്. ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഓർ എ പർപ്പസ്. എന്തെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി, പർട്ടിക്കുലർ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് നടത്തി. ആ ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ട് അതൊന്നും ഒരുപാട് ഇൻകം ഏൺ ചെയ്തു. പിന്നീട് ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ എന്തെന്നായാലും അപ്പോൾ ആ ഇൻകം ഏൺ ചെയ്യുന്ന അവർ ആ തൽക്കാലം എന്ത് ചെയ്യും, ആ ഇവൻറ്റ് കഴിഞ്ഞാൽ അവർ ഇനി ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പറഞ്ഞ പോലെ അതേപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഇൻകം കിട്ടാൻ കഴിയില്ല. അപ്പോൾ ഈ വർഷം അവർ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അവർ കൊടുക്കുക. അടുത്തൊരു കേസും കൂടി ഉണ്ട്,
നമ്മളെ പ്രോപ്പർട്ടി ഭൂമിയൊക്കെ അത് എന്ത് ചെയ്യും ആടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കളിച്ചിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുന്ന കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അസസിങ് ഓഫീസർക്ക് ബോധ്യപ്പെട്ട അയാൾ ഈ വർഷം തന്നെ എന്ത് ചെയ്യും അയാൾ ടാക്സ് ഈ വർഷം തന്നെ അയാൾ ടാക്സ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും അയാൾ കൊടുക്കേണ്ടതാണ്. അയാളിങ്ങനെ വെട്ടിക്കാനുള്ള ആളുകളാണെങ്കിൽ അസസിങ് ഓഫീസർക്ക് മനസ്സിലായാൽ അസസിങ് ഓഫീസർ നമ്മളെ അടുത്തുനിന്ന് ഇങ്ങനത്തെ വ്യക്തിൻ്റെ അടുത്തുനിന്ന് ഈ വർഷം തന്നെ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ അയാളുടെ അടുത്തുനിന്ന് ടാക്സ് ഈടാക്കുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് ടാക്സ് ആണ്. നമ്മളിപ്പോൾ ഒരുപാട് പേഴ്സൺസിനെ പറഞ്ഞല്ലോ, ആ പേഴ്സൺസിന് ഓരോ ടീമിനും എങ്ങനെയാണോ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ടാക്സ് ഒന്നാമത്തെ കേസിൽ ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP ഇത്രയും കേസ് ഇൻഡിവിജ്വൽ നമുക്കറിയാം, HUF നമുക്കറിയാം, AOP, BOI, AJP ഇത്രയും ടീമിനുള്ള റേറ്റ് ഒക്കെ ഒരേപോലെയാണ്. അത് എന്ത് ചെയ്യുക, അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫേം, LLP ഓർ LA, അതായത് ഫേം എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം, LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് ചെറിയ മാറ്റങ്ങളുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഫേം നമുക്കറിയാം അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, മറ്റേ LLPക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. LA എന്ന് പറഞ്ഞ ഉദ്ദേശം ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി ഒക്കെ. അടുത്ത ടീം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അവരുടെ റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണെന്നുള്ളതാണ്. മൂന്നാമത്തെ ടീം കമ്പനിയാണ്, കമ്പനിയുടെ റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ നോക്കാം. ഇൻഡിവിജ്വൽ നമ്മൾ 3 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് 60 വയസ്സിന് താഴെയുള്ള ടീം, രണ്ടാമത്തെ ടീം എന്ന് പറയുമ്പം 60 വയസ്സിൻ്റെയും 80 വയസ്സിൻ്റെയും ഇടയിലുള്ള ടീം, മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിലുള്ള ടീം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ള ആളുകൾ. അവരുടെ ഇൻകം 2,50,000 താഴെയാണെങ്കിൽ, 2,50,000 രൂപ വരെയാണെങ്കിൽ അവരെന്ത് ചെയ്യണ്ട, 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. അടുത്ത കേസ് 2,00,000-ൻ്റെയും 5,00,000-ൻ്റെയും ഇടയിലാണ് ഇവരുടെ ഇൻകം എന്നുണ്ടെങ്കിൽ, 2,00,000-ൻ്റെയും 5,00,000-ൻ്റെയും ഇടയിലാണ് അവരുടെ ഇൻകം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, 2,50,000-ൻ്റെയും 5,00,000-ൻ്റെയും ഇടയിൽ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ ഇൻകത്തിന് 5% ടാക്സ് എന്ത് ചെയ്യണം, 5% ടാക്സ് കൊടുക്കണം. അടുത്ത ടീം എന്ന് പറയുന്നത് 5,00,000-ൻ്റെയും 10,00,000-ൻ്റെയും ഇടയിലാണ് അവരുടെ ഇൻകം. അതായത് ഒരാളുടെ ഇൻകം 10 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യത്തെ 2.5 ലക്ഷത്തിന് എന്ത് ചെയ്യണ്ട, ഒരു ടാക്സും കൊടുക്കണ്ട. പിന്നെയുള്ള 2.5 മുതൽ 5 ആ 2.5 ലക്ഷത്തിന് അയാൾ എന്ത് ചെയ്യണം, 12,500 രൂപ കൊടുക്കണം. അതായത് 2.5 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള സംഖ്യ എത്ര, 2.5 ലക്ഷം. ആ 2.5 ലക്ഷത്തിൻ്റെ 5% കാണുക, അത് 12,500 ആയിരിക്കും. പിന്നെ അയാളുടെ ഇൻകം 8 ലക്ഷം ആണെങ്കിൽ പിന്നെ 5 കഴിഞ്ഞതിന് ശേഷം ബാക്കി 3 ഉണ്ടല്ലോ, 5-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള എമൗണ്ട് എത്ര, 3 ലക്ഷമാണ്. അയാളുടെ ഇൻകം എത്ര, 8 ലക്ഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അയാൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2.5ക്ക് 12,500 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. പിന്നീട് 5 to 10 അയാൾ എന്ത് ചെയ്യണം, 20% ടാക്സ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ ടോട്ടൽ ഇൻകം എത്രയുണ്ട്, 11 ലക്ഷം ഉണ്ട്. 11 ലക്ഷം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തത്. ടോട്ടൽ ഇൻകം 11 ലക്ഷം ഉണ്ട്. ഒരാൾ 11 ലക്ഷം ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലി എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾ 11 ലക്ഷത്തിൽ ആദ്യത്തെ 2.5 ലക്ഷം 2.5 ലക്ഷത്തിന് 2,50,000 അയാൾ എന്ത് കൊടുക്കണം, 2,50,000 അയാൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട, 0 ആണ് അയാളുടെ ടാക്സ്. ആദ്യത്തേന് 0 ആണ്. പിന്നെ പിന്നെയുള്ള 2.5 ലക്ഷം ഉണ്ടല്ലോ, അതായത് 2,50,000 മുതൽ 5 ലക്ഷം വരെയുള്ള 2.5 ലക്ഷം ഉണ്ടല്ലോ, ആ 2.5 ലക്ഷത്തിന് സെക്കൻഡ് 2.5 ലക്ഷം ആ 2.5 ലക്ഷത്തിന് അയാൾ എന്ത് ചെയ്യണം, 5% ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ 2,50,000 ഇൻറ്റു 5/100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,500 ആയിരിക്കും. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ 2,50,000 ഇൻറ്റു 5% ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം 12,500 കിട്ടും, 12,500. അടുത്തത് ഇയാളുടെ ഇൻകം 11 ലക്ഷം എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ സ്ലാബ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ലാബിൽ എന്താ പറഞ്ഞത്, ആദ്യത്തെ 2.5 ലക്ഷത്തിന് 0, പിന്നെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളതിന് ആ 2.5 ലക്ഷം ഉണ്ടല്ലോ, 5 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള 2.5 ലക്ഷം, ആ 2.5 ലക്ഷത്തിന് 5%. പിന്നെയുള്ള 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആ 5 ലക്ഷം, 10 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള ആ 5 ലക്ഷത്തിന്
ആ 5 ലക്ഷത്തിന് അയാൾ എത്ര ശതമാനം ടാക്സ് കൊടുക്കണം? 20% ടാക്സ് കൊടുക്കണം. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 20/100 എന്ന് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അത് 1 ലക്ഷമായിരിക്കും. ഇൻറ്റു 20%, അത് 1 ലക്ഷം. ഇത്രയും ഒരു 0 കൂടെ വേണം. ഇനി അടുത്തത്, ഇയാളുടെ ഇൻകം നമ്മൾ പറഞ്ഞു 11 ലക്ഷമാണെന്നാ. അപ്പോൾ ഇനി 10 ലക്ഷത്തിന് മുകളിൽ എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ എത്രയാണെങ്കിലും അതിന് നേരെ 30% ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അത് എത്രയാണ്? 1 ലക്ഷം. 10 ലക്ഷത്തിന് മുകളിൽ മൊത്തം 11 ലക്ഷമല്ലേ ഉള്ളത്. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിലുള്ള ആ 1 ലക്ഷത്തിന് അയാൾ നേരെ 30%. 30% എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 1 ലക്ഷത്തിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30,000 രൂപ വരും. 30,000 രൂപ. അപ്പോൾ അയാൾ മൊത്തം എത്ര ടാക്സ് കൊടുക്കണം എന്ന് വെച്ചാൽ 12,500 ആദ്യത്തേന്, പിന്നെ 1 ലക്ഷം, പിന്നെ 30,000. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1,42,500 ആണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഇൻഡിവിജ്വൽ. ഏത് കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ. ഇനി അടുത്ത കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആളാണ്, പക്ഷേ 80 വയസ്സിട്ടായിട്ടില്ല, 80 വയസ്സിന് താഴെയാണ്. അങ്ങനത്തെ കേസിൽ അയാൾ ആദ്യത്തെ 3 ലക്ഷത്തിന് എന്ത് ചെയ്യേണ്ട? ഒരു ടാക്സും കൊടുക്കേണ്ട. ആദ്യത്തെ 3 ലക്ഷത്തിന് അയാൾ ഒരു ടാക്സും കൊടുക്കേണ്ട. പിന്നെയുള്ള എമൗണ്ട് ഉണ്ടല്ലോ, അതായത് പിന്നെയുള്ള 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ. ആദ്യത്തെ കേസിൽ 2.5 ലക്ഷം വരെ കൊടുക്കാത്തതുകൊണ്ട് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എന്ന് പറഞ്ഞ്. പിന്നെയുള്ള 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ അയാൾ 5% ടാക്സ് കൊടുക്കുക. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളതിന് അയാൾ 20% ടാക്സ് കൊടുക്കുക. 10 ലക്ഷത്തിന് മുകളിൽ അയാൾ 30% ടാക്സ് കൊടുക്കുക. ഇതാണ് കേസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? 80 വയസ്സിന് മുകളിലുള്ള ആൾ. 80 വയസ്സിന് മുകളിലുള്ള ആൾ ആദ്യത്തെ 5 ലക്ഷത്തിന് ഒരു ടാക്സും കൊടുക്കേണ്ട. പിന്നെ 5 ലക്ഷത്തിന് ശേഷം 5 to 10 എത്ര കൊടുക്കണം? 20% കൊടുക്കണം. 10 to 10ൻ്റെ മുകളിലുള്ള എല്ലാ എമൗണ്ടിനും 30% ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇതിന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കുക. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ രീതി എന്ന് പറയുന്നത്? നമ്മൾ ഒരാളുടെ ഇൻകം 15 ലക്ഷം ആണെങ്കിൽ 60 വയസ്സിന് താഴെയുള്ള ആൾ എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? 60 വയസ്സിന് മുകളിലുള്ള ആൾ എന്നാൽ 80 വയസ്സാകാത്ത ആൾ എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? 80 വയസ്സുള്ള ആൾ അല്ലെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ള ആൾ എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അയാളുടെ ടോട്ടൽ ഇൻകം നമ്മൾ കേസ് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ഇൻകം, ഒരാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ടോട്ടൽ ഇൻകം വരുന്നത് 15 ലക്ഷമാണ്. 15 ലക്ഷം. ഈ 15 ലക്ഷം ഇൻകം ഉള്ള ഒരാൾ, അയാൾ ഏതൊക്കെ കേസാണ്? ഒന്നാമത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയാളുടെ വയസ്സ് 60 വയസ്സിന് താഴെയാണ്, <60. എന്നാൽ അടുത്ത ആളുടെ കേസ് നമുക്ക് കറക്റ്റ് ഒരു വയസ്സില്ല, അതായത് 72 വയസ്സുള്ള ആളാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് അയാൾക്ക് 85 വയസ്സാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കുക. 15 ലക്ഷം 60 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് 0. ഫസ്റ്റ് 2.5 ലക്ഷം നേരെ എടുക്കുക. 2.5 ലക്ഷത്തിന് 0. 2.5 ലക്ഷത്തിന് 0 ആണ്. ആദ്യത്തെ 2.5 ലക്ഷത്തിന് 2.5 ലക്ഷത്തിന് 0 ആണ് കൊടുക്കുന്നത്. പിന്നത്തെ 2.5 ലക്ഷം, അതായത് 2.5 ലക്ഷം കഴിഞ്ഞ് 2.5 to 5 ലക്ഷത്തിന് നമ്മൾ എത്ര പറഞ്ഞത്? 2.5 ലക്ഷം. 2.5 ലക്ഷം to 5 ലക്ഷത്തിന് നമ്മൾ എത്ര? നേരെ 12,500 ടാക്സ് കൊടുക്കണം. 2.5 ലക്ഷം ഉള്ളതിന് 12,500 ടാക്സ് കൊടുക്കണം. പിന്നെയുള്ള 5 ലക്ഷം, ഇപ്പോൾ എത്ര? ആദ്യത്തെ 2.5 ലക്ഷത്തിന് ഒന്നുമില്ല. പിന്നെയുള്ള 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ആ 2.5 ലക്ഷത്തിന് 5%. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ളതിന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് നേരെ 20% ആണ്. അപ്പോൾ എന്താണ്? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. അടുത്ത കേസ് എന്ന് പറയുന്നത് ഇനി എന്താണ്? 10 ലക്ഷത്തിന് മുകളിൽ അയാൾ എത്ര ഏൺ ചെയ്താലും അതിന് നേരെ 30%. അപ്പം 10 ലക്ഷം മൊത്തം അയാളുടെ ഇൻകം നമ്മൾ ഓൾറെഡി പറഞ്ഞു 15 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ അയാൾ ഏൺ ചെയ്ത ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അതിന് നേരെ 30% കൊടുക്കുക. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 30% ടൈപ്പ് ചെയ്താൽ 1,50,000 രൂപയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി മൊത്തം അയാൾ എത്ര ടാക്സ് കൊടുക്കണം നോക്കുക.
ആദ്യം 12,500 പ്ലസ് 1,00,000. അപ്പോൾ എത്രയായി? 1,12,500. അതിലേക്ക് 1,50,000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2,62,500 അയാൾ എന്ത് ചെയ്യണം? 2,62,500 അയാൾ ടാക്സ് കൊടുക്കണം. ഏത് കേസാണിത്? 60 വയസ്സിന് താഴെയുള്ള കേസ്. ഇനി 60 വയസ്സിന് മുകളിലുള്ള കേസ് എന്നാൽ എന്ത് ചെയ്തിട്ടില്ല? 80 വയസ്സിൻ്റെ മുകൾക്ക് എത്തിയിട്ടില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2.5 ലക്ഷം അല്ല, ആദ്യത്തെ 3 ലക്ഷത്തിന് അയാൾ എന്ത് ചെയ്യണ്ട? ഒരു ടാക്സും കൊടുക്കണ്ട. പിന്നെ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് ആ എമൗണ്ട്. അത് എത്രയുള്ളത്? 3 ലക്ഷത്തിന് 5 ലക്ഷത്തിൻ്റെ ഇടയിൽ 2 ലക്ഷമാണുള്ളത്. പിന്നെ ഉള്ള 2 ലക്ഷത്തിന് അയാൾ 20% ടാക്സ് കൊടുക്കണം. അത് എത്രയാണ്? 20 അല്ല, 5% ടാക്സ് കൊടുക്കണം. അത് 10,000 രൂപയാണ്. 10,000 രൂപ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത കേസ്, മൊത്തം ടോട്ടൽ ഇൻകം 15 ലക്ഷം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എത്ര ഉണ്ട്? ആ 5 ലക്ഷം ടു 10 ലക്ഷത്തിന് അയാൾ കൊടുക്കേണ്ടത് എത്ര? ആ 5 ലക്ഷം ഉണ്ടല്ലോ, 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെ ഇടയിലുള്ള 5 ലക്ഷം, അതിന് അയാൾ കൊടുക്കേണ്ടത് നേരെ 20% ആണ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ എത്ര കൊടുക്കണം? 1 ലക്ഷം കൊടുക്കണം. 1 ലക്ഷം കൊടുക്കണം. പിന്നെ 5 മൊത്തം ടോട്ടലിങ്കിൽ 15 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര എത്തിയിട്ടുള്ളൂ? 10 ലക്ഷം എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി 5 ലക്ഷം കൂടെ ഉണ്ടല്ലോ, ആ 5 ലക്ഷത്തിന് അയാൾ 30% കൊടുക്കണം. അത് 1,50,000 രൂപയാണ്. അപ്പോൾ മൊത്തം ടാക്സ് എത്ര കൊടുക്കേണ്ടത്? ആദ്യത്തെ 10,000, പിന്നെ 1 ലക്ഷം, 1,10,000, അതിലേക്ക് 1,50,000 കൂട്ടുമ്പോൾ 2,60,000 രൂപയാണ്. ഇങ്ങനത്തെ കേസിൽ 80 വയസ്സിന് മുകളിലുള്ള ആൾ, അല്ല 60 വയസ്സിന് മുകളിൽ 80 വയസ്സിന് താഴെയുള്ള ആൾ കൊടുക്കേണ്ടത്. ഇനി 85 വയസ്സ് ഉള്ള ഒരാൾ, 85 വയസ്സുള്ള ആൾ ആദ്യത്തെ 5 ലക്ഷത്തിന് ഒന്നും കൊടുക്കണ്ട. ആദ്യത്തെ 5 ലക്ഷത്തിന് 0 ആണ്. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അയാൾ എത്ര കൊടുക്കണം? നേരെ 20%. അത് എത്ര ഉള്ളത്? 5 ലക്ഷത്തിന് 10 ലക്ഷത്തിൻ്റെ ഇടയിൽ ആകെ 5 ലക്ഷം ഉള്ളത്. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. പിന്നെ മൊത്തം ടോട്ടൽ ഇൻകം 15 ലക്ഷമാണ്. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട്? ഇനി ഒരു 5 ലക്ഷം കൂടെ ഉണ്ട്. അതിന് അയാൾ എത്ര ടാക്സ് കൊടുക്കേണ്ടത്? അതിന് അയാൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 1,50,000. 10 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ 30% അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഈ കേസിൽ 2,50,000 രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫേം, LLP, ലോക്കൽ അതോറിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ഇതെല്ലാം ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്ന കേസാണ്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അതും പിന്നെ സർചാർജ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാൽ തൽക്കാലം ഇന്നത്തേക്ക് കൂടെ ഗുഡ് ബൈ.